പിറുപിറുപ്പും വാദവും എണ്ണിയേ ചെയ്തു നിഷ്കളങ്ക മക്കളായി തീരുവിൻ. ക്രിസ്തുവിൻ നാളിൽ ഈമപ്പൊഴുതിൽ നാം മറുരൂപരായി തീർന്നിടുവാൻ ക്രിസ്തുവിൽ തന്നെ ഏതു നേരത്തും ഇരിപ്പതിനായി പരിശ്രമിപ്പിൻ. ദൈവം ദാനമായി തന്നിടുന്ന നീതിയിൽ എല്ലാം ഛേദമെന്നും കുപ്പയെന്നും എണ്ണിയും കർത്തൻ പാടുപെട്ടു മരിച്ചുയർത്ത പോലവേ സ്വന്ത ജീവിതത്തിൽ കണ്ടിടേണം പൂർണ്ണമായി. കർത്തൻ പാടുപെട്ടു മരിച്ചുയർത്ത പോലവേ സ്വന്ത ജീവിതത്തിൽ കണ്ടിടേണം പൂർണ്ണമായി. യേശുരാജനിൻ വരവു സമീപമായി എന്ന് ഓർത്തിഹത്തിൽ പാർത്തിടുന്ന ശുദ്ധരേ, വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു വന്ന രൂത്തിൻ്റെയും നവമിയുടെയും ചരിത്രമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനം. ആ ചരിത്രമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിവരണം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ബോവസിൻ്റെ വയലിൽ രൂത്ത് ചെന്ന് കതിര് പെറുക്കുന്നതായി നാം കാണുകയാണ്. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. 2-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കും. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. ഭാഗ്യവശാൽ, മഹാഭാഗ്യമായിപ്പോയി. കയ്പ് മാറുവാൻ അത് മുഖാന്തരമായിപ്പോയി. കയ്പ് മാറി. കയ്പ് മധുരമാകുവാൻ അത് സഹായകമായി. ബോവസിൻ്റെ വയലിലെത്തിയതാണ് അവളുടെ ജീവിതത്തിലെ കയ്പ് മാറുവാൻ സഹായകമായത്. ജീവിതത്തിൽ കയ്പ് മാറണമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വയലിലേക്ക് നാം വരണം. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ വേലയിലേക്ക് നാം വരണം. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് നാം വരണം. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ നാം പുറപ്പെടണം. ഭാഗ്യവശാൽ അവൾ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അടുത്ത വാക്യം വായിക്കാം. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്തു നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബ് യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. ഇവളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇവൾ ഏതാണ് ഈ യുവതി? അപരിചിതയായ യുവതി ഏതാണ്? ഈ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഈ യുവതി ഏതാണ്? നമ്മുടെ വയലിൽ ഒരിക്കലും വേലയ്ക്ക് ഇറങ്ങാത്തതായ യുവതി ഏതാണ്? ഒരിക്കൽ പോലും നമ്മുടെ വയലിൽ ഇവളെ കണ്ടിട്ടില്ലല്ലോ. അവളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ വയലിലേക്ക് വന്നാൽ നമ്മുടെ ക്ഷേമം കർത്താവ് നോക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സൗകര്യവും കർത്താവ് നോക്കും. നമുക്കുള്ളതായ ഐശ്വര്യം എങ്ങനെ നമുക്ക് പ്രാപിക്കാമെന്ന് കർത്താവ് നോക്കും. ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. ഉടനെ ഈ കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യൻ പറഞ്ഞു, ഇവൾ ഒരു മോവാബി യുവതിയാണ്. നവമി മടങ്ങി വന്നപ്പോൾ കൂടെ പോന്ന ഒരു യുവതിയാണിവൾ. ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവമിയോടുകൂടെ വന്ന മോവാബി യുവതിയാകുന്നു.
ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു, ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ആ കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ ഇവളെക്കുറിച്ച് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു, ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ. നല്ല സ്ഥിരോത്സാഹിയായൊരു യുവതിയാണിവൾ. ഇവൾ അല്പം പോലും മടുപ്പില്ലാതെ വേല ചെയ്യുന്നവളാണ്. വേലയിൽ മടുപ്പില്ല, ജോലിയിൽ ക്ഷീണമില്ല, അല്പം പോലും അലസതയില്ല അവൾക്ക്, വേലയിൽ അലസതയില്ല. തിരുവചനം പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശു പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, ധാരാളം കൊയ്യാനുള്ള വയലുകളുണ്ട്. നിങ്ങൾ ഇനി കൊയ്ത്തിന് 4 മാസം ഉണ്ടായി നിങ്ങൾ പറയുന്നുവല്ലോ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിന് നിലങ്ങൾ ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്ന നിങ്ങൾ കാണും എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, ഇന്ന് നിങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നു. നിങ്ങൾ തലപൊക്കി വിശാലമായി വീക്ഷിച്ചാൽ അനേകം സ്ഥലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു, വിളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൊയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ ഈ കറ്റകൾ പലതും പക്ഷികളും മറ്റും കൊണ്ടുപോയി മാളങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും. പക്ഷികൾ, പ്രാണികൾ ഈ കറ്റകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന നെന്മണികൾ അല്ലെങ്കിൽ ഗോതമ്പ് മണികൾ പെറുക്കി കൊണ്ടുപോയി അത് ഉപയോഗശൂന്യമായി പോകും. നമുക്ക് മനുഷ്യനെ കിട്ടുകയില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ കൊയ്ത്തിന് ഇറങ്ങേണ്ട കാലമാണ്. 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നതാണ് നിങ്ങൾ പറയുന്നത്. അല്ല, 4 മാസമൊന്നും കഴിയാൻ നിന്നാൽ ഒരൊറ്റ നെന്മണി പോലും കിട്ടുകയില്ല, ഒരൊറ്റ ഗോതമ്പ് മണി പോലും കിട്ടുകയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വൈകരുത്, വേഗം കൊയ്ത്തിന് ഇറങ്ങിക്കൊള്ളുവീൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം വായിക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കാണും. തലപൊക്കി നോക്കിയാൽ നിങ്ങൾ കാണും. സഹോദരങ്ങളെ, നമ്മിൽ പലരും വേലയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, വേലയുടെ അർജന്റ് നീഡ് മനസ്സിലാക്കുന്നില്ല, ഉടനെ വേല ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നില്ല, ഉടനെ വേല ചെയ്തില്ലെങ്കിൽ വേല കൊണ്ട് പ്രയോജനമില്ലാതെ പോകുമെന്ന് മനസ്സിലാക്കുന്നില്ല. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ദൈവത്തിന് സ്തോത്രം, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇന്ന് നാം അറിയുന്നില്ല ഇനി എത്ര കാലം നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സാധിക്കുമെന്ന്, എത്ര കാലം സ്വതന്ത്രമായി തിരുവചനം പറയാൻ സാധിക്കുമെന്ന്, എത്ര കാലം സ്വതന്ത്രമായി നമുക്ക് ഭവന സന്ദർശനം നടത്താൻ സാധിക്കുമെന്ന് ആരും അറിയുന്നില്ല. ഇന്ന് നല്ല കാലമാകുന്നു, ഇപ്പോൾ സുപ്രസാദ കാലമാകുന്നു, ഇപ്പോൾ രക്ഷാ ദിവസമാകുന്നു. കൊയ്ത്തിന് ഇനിയും വൈകരുത്. ദൈവത്തിന് സ്തോത്രം. വേല അലസത ചെയ്യരുത്, അലസനായി വേല ചെയ്യരുത്, അലസതയോടെ വേല ചെയ്യരുത്. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കും, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യരുത്. ഉദാസീനതയോടെ ചെയ്താൽ ശാപം വരുമെന്നാണ് തിരുവചനം പറയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വേലയ്ക്ക് ഉത്സാഹം കാണിക്കുക. ഇവൾ രാവിലെ മുതൽ അവൾ ജോലി ചെയ്തു തുടങ്ങി. ഇവൾ കാലത്ത് വന്നു, ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. വീട്ടിൽ അവൾ തറ്റു നിന്നില്ല, താമസിച്ചില്ല, അവൾ വീട്ടിൽ വിശ്രമിച്ചില്ല. അവൾ വേഗം വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. വീട്ടിൽ വന്നു, ഉടനെ വേല എവിടെയുണ്ടോ എന്ന് അവൾ അന്വേഷിച്ചു. വേല സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു. വേല ചെയ്യാൻ അവൾക്ക് മനസ്സാണ്. കൊയ്ത്തരിവാൾ പിടിച്ചുള്ള പരിചയമില്ല, കൊയ്യാൻ അറിഞ്ഞുകൂടാ. എന്നാൽ കൊയ്ത്തുകാരുടെ പിന്നാലെ പെറുക്കാൻ അതിനുവേണ്ടി ഒരുമിടുകയാണ്. വിനയപൂർവ്വം പിന്നാലെ നടക്കും. ദൈവത്തിന് സ്തോത്രം. എളിമയോടെ പിന്നാലെ നടക്കും. മറ്റു കൊയ്ത്തുകാരുടെ മീതെ കയറി പ്രവർത്തിക്കുകയില്ല, അവരെ തരം താഴ്ത്തി നിൽക്കുകയില്ല, അവരെ ചോദ്യം ചെയ്യുകയില്ല. അവരുടെ പിന്നാലെ ചേർന്ന് വേലയ്ക്ക് സഹകരിക്കും. കർത്താവിന് സ്തോത്രം. അനേകം വേലക്കാർ തകർന്നിട്ടുള്ളത് ഇവിടെയാണ്. ഞാനോ നീയോ എന്നുള്ള ചിന്ത, ഞാനല്ലേ വലിയവനെന്നുള്ള ചിന്ത, നീ കുറഞ്ഞവനല്ലേ എന്നുള്ള ചിന്ത, മറ്റുള്ളവരെ ചെറുതായി കാണിക്കുക, മറ്റുള്ളവരെ തുച്ഛീകരിക്കുക, മറ്റുള്ളവരെ പുച്ഛിക്കുക, മറ്റു വേലക്കാരെ തരം താഴ്ത്തുക,
മറ്റ് വേലക്കാരെ ഇടിച്ചു കാണിക്കുക, ഞാൻ ഏറ്റവും സമർത്ഥനെന്നും ഞാനാണ് ഏറ്റവും നല്ല വേലക്കാരനെന്നും സ്വയം അഭിമാനം തോന്നുക, സ്വയം പ്രശംസിക്കുക, ഇതെല്ലാം വേലയിൽ വരുന്ന അപകടങ്ങളാണ്. കർത്താവിൻ്റെ വേലയിൽ വേലക്കാർ തമ്മിൽ തൊഴുത്തിൽ കുത്ത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആട് മോഷണമെന്ന്. ആട് മോഷണം, ആരെങ്കിലും കഷ്ടപ്പെട്ട് ആടുകൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോവുക, കഷ്ടപ്പെട്ട് വളരെ വിഷമിച്ച് ആടുകളെ കാനന പ്രാന്തങ്ങളിൽ കൊണ്ടുപോയി മേയിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിൽ സൂക്ഷിച്ച് വളർത്തുന്നതായ ആടുകളെ ആ കഷ്ടപ്പാടൊന്നും ഏൽക്കാതെ ആടുകൾ വളർന്നു വരുമ്പോൾ ആടുകളെ പെറുക്കിക്കൊണ്ട് പോകുക, ആടുകളെ അപഹരിച്ചു കൊണ്ടുപോവുക, ആട് മോഷണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കഷ്ടപ്പെട്ട് വെള്ളത്തിലിറങ്ങി നനഞ്ഞ് ചെളിയിൽ കൂടി പുതഞ്ഞ് വല വീശി പിടിച്ചു കൊണ്ടുവരുന്ന മീനുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം സുവിശേഷ വേലയിൽ വരുന്ന അപകടങ്ങളാണ്. സുവിശേഷ വേലക്കാരുടെ വരുന്ന തൊഴുത്തിൽ കുത്തുകളാണ്. വേലക്കാരുടെ കിടമത്സരങ്ങളാണ്. ഞാനോ നീയോ എന്നുള്ള ഭാവം. വേലക്കാരുടെ പരസ്പരം പഴിചാരലുകളുണ്ട്, പരസ്പരം അസൂയയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് വേലയാണ് ചെയ്യുന്നത്? യേശുക്രിസ്തുവിൻ്റെ വേല. വേലക്കാരോ അസൂയാലുക്കൾ. സങ്കടകരമല്ലേ അത്? വേലക്കാർ ഞാൻ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ആൾ കൂടുന്നു, മറ്റേയാൾ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ഇത്രയും ആളില്ല, അതുകൊണ്ട് ഞാൻ ആ കേമനെന്ന് ചിന്തിക്കുന്നു. അല്ല, ഞാൻ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ആളുകൾ കുറച്ച്, മറ്റേയാൾ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ആളുകൾ ധാരാളം. ഈ പ്രവണത ശരിയല്ല. എൻ്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടാകണം എന്നുള്ള ചിന്ത, സഹോദരങ്ങളെ, അതിൽ സതുദ്ദേശമില്ല. ഒരു സെൽഫുണ്ട്, ഒരു ഈഗോയുണ്ട്. ഇന്ന് സുവിശേഷകരിൽ അനേകം പേര് ഈഗോയുടെ അടിമകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈഗോയുടെ അടിമകൾ, സ്വയത്തിൻ്റെ അടിമകൾ. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്, വയലിൽ വേല ചെയ്യുന്നവരാണ്, അവർ അലസതയോടെ വേല ചെയ്യുന്നവരാണ്. തന്നെയുമല്ല, മറ്റുള്ളവരെ തുച്ഛീകരിച്ച് വേല ചെയ്യുന്നവരാണ്. വേലക്കാരുടെ പിന്നാലെ നടക്കാൻ മനസ്സില്ല, വേലക്കാരോട് ചേർന്ന് നടക്കാൻ മനസ്സില്ല, വേലക്കാരുടെ പിന്നാലെ എളിമയോടെ നടക്കാൻ മനസ്സില്ല, വേലക്കാരുടെ പിന്നാലെ പെറുക്കിക്കൊണ്ട് നടക്കാൻ മനസ്സില്ല. ഞാൻ അങ്ങനെ പെറുക്കേണ്ടവളല്ല, ഞാനും കൊയ്യേണ്ടവളാണ് എന്ന് പറഞ്ഞ് ചാടിച്ചെന്ന് അരിവാൾ പിടിച്ചു വാങ്ങി കൊയ്യാൻ തുടങ്ങുന്ന വേലക്കാരുണ്ട്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ എന്താണ് ഉണ്ടായത്? ദൈവത്തിന് സ്തോത്രം. അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൃത്യൻ, വയലിലെ കൊയ്യുന്നവരുടെ മേലായ ഭൃത്യൻ ഇത്രയും പറഞ്ഞപ്പോൾ ബോവസ് പറയുകയാണ്, 8-ാം വാക്യം. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടിവെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാലിക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ബോവസ് എത്ര കരുണയോടുകൂടിയാണ് അവളോട് പറയുന്നത്, എത്ര കാരുണ്യത്തോടെയാണ് അവളോട് സംസാരിക്കുന്നത്. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട. നീ ഈ വയലിൽ വന്നു, ഭാഗ്യവശാലാണ് വന്നത്, ഇനി ഇവിടം വിടണ്ട. നീ ഭാഗ്യവശാൽ ഈ വയലിലെത്തി, ഇനി നീ ഈ വയലിൽ വിട്ട് പോകണ്ട. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ ഈ വയലിലെത്തി. സഹോദരങ്ങളെ, നിങ്ങൾ ഭാഗ്യവശാൽ ജീവൻ്റെ വചനത്തിന് മുൻപാകെ വന്നിരിക്കുകയാണ്. ഭാഗ്യവശാൽ നിർമ്മല വചനത്തിന് മുൻപാകെ വന്നിരിക്കുകയാണ്. ഭാഗ്യവശാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴിഞ്ഞു തരുന്ന മന്ന പെറുക്കുന്ന വയലിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇനി വേറൊരു വയലിലേക്ക് നീ പോകണ്ട, ഇവിടെ നീ വിട്ടു മാറണ്ട. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞങ്ങൾ ചിന്തിച്ചതും തീരുമാനിച്ചതും അങ്ങനെയാണ്. സഭ മാറണ്ട, സമുദായം മാറണ്ട, യാതൊരു വിധത്തിലും പുറമെയുള്ള മാറ്റങ്ങളൊന്നുമല്ല ആവശ്യം. മതപരിവർത്തനം പോലും വേണ്ട, സമുദായ പരിവർത്തനം വേണ്ട, സഭാ പരിവർത്തനം വേണ്ട. സഭ മാറാതെ, സമുദായം മാറാതെ ജീവൻ തരുന്ന ക്രിസ്തുവിൻ്റെ രക്ഷ സ്വായത്തമാക്കി, ക്രൂസിൽ കൂടി നേടിത്തന്ന രക്ഷ സ്വന്തമാക്കി, ക്രൂസിലെ തിരക്തത്തിൽ കൂടി നേടിത്തന്ന പാപക്ഷമ അനുഭവിച്ച് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം വർണ്ണിക്കുക. അതാണ് സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. ഇവിടം വിടുകയും വേണ്ട. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറെ വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. ഭാഗ്യവശാൽ നീ എത്തിയിരിക്കുകയാണ് ഈ വയലിൽ, ഇവിടെ നീ വിടണ്ട, വേറൊരു വയലിലേക്ക് നീ പോകണ്ട. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. എൻ്റെ ബാല്യക്കാരത്തികളുണ്ട്, എൻ്റെ വേലക്കാരുണ്ട്, നാളുകളായി എൻ്റെ വയലിൽ നിൽക്കുന്ന വേലക്കാരുണ്ട്, അവരോട് ചേർന്ന് കൊള്ളുക. നീ അവരോട് ഇണങ്ങിച്ചേർന്ന് പോയിക്കൊള്ളുക, അവരോട് ഒത്തുചേർന്ന് പോയിക്കൊള്ളുക, അവരോട് വിനയപൂർവ്വം ചേർന്ന് നിന്നുകൊള്ളുക, അവരോട് ചേർന്ന് ജോലി ചെയ്ത് കൊള്ളുക. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. അവരോട് ചേർന്ന് പോകണം. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കണം. നീ നോക്കേണ്ടത് അവരെയല്ല,
അവരോട് ചേർന്ന് പോകണം. പക്ഷേ നീ നോക്കേണ്ടത് വേലയിലാണ്, വയലിലാണ് ദൃഷ്ടി വയ്ക്കേണ്ടത്. അവരോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. പിന്നാലെ പോകാൻ പ്രയാസമാണ്. അനേകം പേർക്ക് ഇന്ന് പിന്നാലെ പോകാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഓരോരോ ചെറിയ ചെറിയ സഭകളുണ്ടാകുന്നത്. ആരും നേതാവിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറല്ല. ആരും സ്വന്തമായിട്ട് വേല ചെയ്യണമെന്നാണ് ആഗ്രഹം. സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം നേതൃസ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഞാനാണ് നേതാവ്, എൻ്റെ കീഴിൽ കുറേ അണികൾ. ഇതാണ് പലരുടെയും ശ്രദ്ധാവിഷയം. നിങ്ങൾ ഇതിനോട് ദയവായി ക്ഷമിക്കുക. അനേക സുവിശേഷ വേലക്കാർ തകർന്നു കിടക്കുകയാണ്. ആർക്കും വിനയപ്പെടാൻ സമ്മതമല്ല, നേതൃത്വത്തിന് വിനയപ്പെടാൻ സമ്മതമല്ല, ആത്മീയ അധികാരങ്ങൾ കീഴ്പ്പെടാൻ മനസ്സില്ല. സ്വന്തമായി വേല ചെയ്യുവാനാണ് ഉത്സാഹം. സ്വന്തമായി വേല, സ്വന്തമായ പ്രവർത്തനം, സ്വന്തമായ വയൽ, സ്വന്തമായിട്ടുള്ള ശുശ്രൂഷ. അങ്ങനെ സ്വന്തമായി ആത്മീയം പടുത്തുയർത്തിക്കൊണ്ട് ഇന്ന് സ്വന്തമായി വേല ചെയ്തു പോവുകയാണ്. ഇവിടം വിടുകയും വേണ്ട. എൻ്റെ ബാല്യക്കാരത്തിനോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. പിന്നാലെ നടക്കുകയാണെങ്കിലും അവർ നിന്നെ ഭരിക്കുകയൊന്നും വേണ്ട. അവർ നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവർ നേരത്തെ ഉള്ള വേലക്കാരാണ്. അവർ നിന്നെ ഉപദ്രവിക്കാതെ ഞാൻ പ്രത്യേകം നിഷ്കർഷ ചെയ്തിട്ടുണ്ട്. അവർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ നിന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചു കൊള്ളുക. മോളെ, നീ വെള്ളം കോരണ്ട. എൻ്റെ ബാല്യക്കാർ കോരി വെച്ചിട്ടുണ്ട്, അതിൽ നീ കുടിച്ചു കൊള്ളുക. എല്ലാം സംഭരിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിൽ നീ കുടിച്ചു കൊള്ളൂ. നീ അല്പം പോലും ഭാരപ്പെടേണ്ട, നീ അധ്വാനിക്കേണ്ട. എൻ്റെ ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് നീ കുടിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു കാരുണ്യം. ബോവസ് അവളോട് കരുണയോടെ സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കെന്ത് മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവേലയിൽ ഞാൻ എന്നുള്ളതാണോ യേശുവിൻ്റെ മഹത്വം എന്നുള്ളതാണോ ഒന്നാമത്തെ വിഷയം? ശാന്തമായി ചിന്തിക്കൂ. യേശുക്രിസ്തുവിൻ്റെ മഹത്വം, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് എൻ്റെ കർത്താവേ, നീ എന്നെ എവിടെയാക്കുന്നുവോ അവിടെ ഞാൻ വേല ചെയ്തുകൊള്ളാം. കർത്താവേ, എനിക്ക് നേതാവാകണ്ട, എനിക്ക് വലിയവനാകണ്ട. ഞാൻ ആരുടെയും മുൻപിൽ കർത്താവേ, എനിക്ക് അധീശത്വം വേണ്ട, എനിക്ക് മേന്മകൾ വേണ്ട, എനിക്ക് പ്രശസ്തി വേണ്ട, എനിക്ക് പ്രസിദ്ധി വേണ്ട. യേശുവേ, ഞാൻ നിൻ്റെ എളിയദാസൻ. ഇങ്ങനെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുമ്പോൾ ദൈവനാമ മഹത്വം മാത്രം ലാക്കാക്കുക. ദൈവത്തിൻ്റെ വേലയിൽ ദൈവത്തിന് മഹത്വം കരയറ്റുക. ഞാൻ ചെയ്യുന്ന വേലകൾ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് എനിക്ക് വേണ്ടിയല്ല, അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം വേല ചെയ്യുന്നു. അതാണ് ദൈവം പ്രസാദിക്കുന്ന വേല. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം പ്രസാദിക്കുന്ന പ്രകാരം വേല ചെയ്യുന്നു. അതാണ് ദൈവം സന്തോഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇഷ്ടപ്രകാരം വേല ചെയ്യുന്നു. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രം കരിയിൽ നിന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ അന്യനാട്ടുകാരിയല്ലേ, ഞാൻ അന്യജാതിക്കാരിയല്ലേ, ഞാൻ പുറജാതിക്കാരിയല്ലേ, എന്നോട് നിനക്ക് എന്താണ് ഇങ്ങനെ ദയ തോന്നിയത്? എന്നോടിങ്ങനെ കരുണ തോന്നാൻ ഞാൻ ആരാണ്? എന്നോടിങ്ങനെ കരുണ തോന്നാൻ നിനക്ക് എങ്ങനെ തോന്നി? ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ബോവസോട് പറയുകയാണ്, മകളെ, നിൻ്റെ ചരിത്രമൊക്കെ ഞാൻ കേട്ടു, നിൻ്റെ കഥ ഞാൻ കേട്ടു. നീ ഒരു പാവപ്പെട്ടവളാണെന്ന് എനിക്ക് മനസ്സിലായി. നീ അന്യജാതിക്കാരത്തിയാണ്, അന്യദേശക്കാരത്തിയാണ്. എങ്കിലും നിനക്ക് അല്പം ലഭിച്ചപ്പോൾ നീ അല്പം ലഭിച്ചതിൽ നീ വിശ്വസ്തയായി നിന്നു. അമ്മാവിയമ്മയുടെ കൂടെ നീ പുറപ്പെട്ടു. നീ ആരെയെല്ലാം വിട്ടു? നീ നിൻ്റെ അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, നിൻ്റെ സ്വന്തം ദേശത്തെ വിട്ടു. മുമ്പേ അറിയാത്ത ജനത്തിനടുക്കിലേക്ക് നീ വന്നിരിക്കുന്നു. വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. മാതാപിതാക്കളെ നീ വിട്ടു, സ്വന്തം ദേശക്കാരെ വിട്ടു, സ്വന്തം ജാതിക്കാരെ വിട്ടു, എല്ലാം വിട്ട് നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. ദൈവത്തിന് സ്തോത്രം. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, എല്ലാം വിട്ട് നീ പുറപ്പെട്ടിരിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ ഈ സമർപ്പണത്തെക്കുറിച്ച്
ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ റൈറ്റ് ഡിസിഷൻ എന്ത് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ അമ്മായിയമ്മ നിനക്ക് റോങ് ഡയറക്ഷൻ തന്നപ്പോഴും നീ റൈറ്റ് ഡിസിഷൻ എടുത്തു. നീ ദൈവത്തെയും ദൈവജനത്തെയും ചേർന്ന് നിൽക്കാൻ നീ തീരുമാനിച്ചു. അങ്ങനെ നിൻ്റെ തീരുമാനം ഞാൻ അറിഞ്ഞു, നിൻ്റെ സമർപ്പണം ഞാൻ അറിഞ്ഞു. മകളെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും ഇട്ട് മുമ്പേ അറിയാത്ത ജനത്തിനടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്ക് അനുഗ്രഹം തരട്ടെ, ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ബോവസും ദൈവനാമ മഹത്വമാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ. ഒരു ദൈവദാസന് എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം മാത്രമേ ലാക്കാക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. ഞാനില്ല, യേശുവേ നീ മാത്രം. ഞാനോ കുറയണം, നീയോ വളരേണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. എൻ്റെ കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, യഥാർത്ഥമായ വാസ്തവമായ ലക്ഷ്യബോധത്തോടെ നിൽക്കുന്ന ഒരു ദൈവദാസനാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു ദൈവദാസിയാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വിനയപൂർവ്വം എളിമയോടെ കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് നിന്ന് കർത്താവിന് വേല ചെയ്യാൻ താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവളോട് നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും ഇട്ട് മുമ്പേ അറിയാത്ത ജനത്തിനടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചെറിയ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും രൂത്ത് വിനയപൂർവ്വം നന്ദി പറയുകയാണ്. അടുത്ത വാക്യം. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെപ്പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അവൾ നന്ദിയോടെ, വിനയപൂർവ്വം നന്ദിയോടെ, കൃതജ്ഞതയോടെ ബോവസിനോട് സംസാരിക്കുകയാണ്. എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ, എന്നോട് നിനക്ക് ദയ തോന്നിയല്ലോ, എന്നെ അനുഗ്രഹിപ്പാൻ നിനക്ക് തിരുവനസായല്ലോ, എൻ്റെ കാര്യത്തിൽ നിനക്ക് പ്രത്യേക ശ്രദ്ധ വന്നല്ലോ. എങ്ങനെ ഇത് തോന്നി? എന്താണ് നിനക്ക് എങ്ങനെ എന്നോട് തോന്നാൻ കാരണം? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതൊരു മർമ്മപ്രധാനമായ കാര്യമാണ്. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്ത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നന്ദി നിറഞ്ഞവരായി തീരും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ നിങ്ങൾക്ക് നന്ദി വരണം. ആയുസ് നീട്ടി തന്നതിൽ നന്ദി വരണം. മരണത്തെ വഴിമാറ്റി തന്നതിൽ നന്ദി വരണം. രോഗം മാറ്റിയതിൽ നന്ദി വരണം. മക്കളെ തന്നതിൽ നന്ദി വരണം. മക്കൾക്ക് ആരോഗ്യം തന്നതിൽ നന്ദി വരണം. മക്കൾക്ക് ബുദ്ധി തന്നതിൽ നന്ദി വരണം. ഒരു നല്ല ഭാര്യയെ തന്നതിൽ നന്ദി വരണം. ഒരു നല്ല ഭർത്താവിനെ തന്നതിൽ നന്ദി വരണം. ദൈവത്തിന് സ്തോത്രം. ജീവിക്കാനുള്ള മാർഗം തന്നതിൽ നന്ദി വേണം. ഒരു വരുമാന മാർഗം തന്നതിൽ നന്ദി വേണം. എല്ലാത്തിലുപരിയായി ഒരു മാനസാന്തരം തരുന്നതിൽ നന്ദി വരണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, അന്യജാതിക്കാരിയും അന്യദേശക്കാരിയുമായി എന്നെ നീ ഇങ്ങനെ സ്വീകരിപ്പാൻ ഞാൻ ആര്? എന്നെ ഇങ്ങനെ കരുതാൻ നീ ഞാൻ ആര്? ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തേക്ക് ആദ്യമായി വന്ന എന്നോട് ഇങ്ങനെ കരുണ ചെയ്യുവാൻ ഞാൻ ആര്? എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ എനിക്ക് ഇത്രമാത്രം കൃപ തരാൻ എനിക്ക് എന്താണ് യോഗ്യതയുള്ളത്? നന്ദി നിറഞ്ഞ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രിയരേ സ്തുതി. നിങ്ങൾ ഓർക്കൂ, യേശു ക്രിസ്തുവിന് നിങ്ങളോട് സ്നേഹമായിരിക്കുന്നു. യേശു ക്രിസ്തുവിന് നമ്മോട് സ്നേഹമായിരിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ രക്തം തന്ന് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ക്രൂശിലെ മരണത്തോളം, ക്രൂശിലെ ത്യാഗമരണത്തോളം അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. തന്നെ അവൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. തന്നെ അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അർപ്പണം ചെയ്തിരിക്കുന്നു. അവൻ്റെ ദിവ്യ ജീവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അർപ്പണം ചെയ്തിരിക്കുന്നു. അവൻ്റെ തിരുരക്തം നമ്മുടെ പാപക്കറകൾ കഴുകാൻ അവൻ്റെ ഹൃദയം പൊട്ടി ഒഴുകിയിരിക്കുന്നു. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിയണയാം, യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരാം. യേശുവിനോട് പറയാം, കർത്താവേ, എൻ്റെ പാപങ്ങൾ ബഹുലങ്ങളായിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ എല്ലാം നീ ക്ഷമിച്ചു തന്നല്ലോ. കർത്താവേ, ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം കണ്ടു. എങ്കിലും ഒന്നും കാണാത്തവനെ പോലെ എല്ലാം നീ മറച്ചു തന്നല്ലോ. എല്ലാം നീ മറച്ചു തന്നല്ലോ. എല്ലാം നീ മറന്നു തന്നല്ലോ. കർത്താവേ, എല്ലാം നീ പുറത്തു തന്നല്ലോ. ദൈവമേ, മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ക്രൂശ സ്നേഹം എന്നെ കണ്ടെത്തിയല്ലോ. ദൈവത്തോട് നന്ദിയുള്ളവരാകുവീൻ, ദൈവത്തോട് സ്നേഹമുള്ളവരാകുവീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. അവൾ പറയുകയാണ്, എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളെ കൃപ വന്ന് സന്ധിക്കുകയാണ്. ആ കൃപ നിങ്ങളുടെ അടുത്ത് വന്ന് ജ്വലിക്കുകയാണ്. ആ കൃപ നിങ്ങളെ മാടി അടുപ്പിക്കുകയാണ്. ആ കൃപ ഇപ്പോൾ നിങ്ങളെ സ്നേഹത്തോടെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങളെ തഴുകാൻ കരം നീട്ടുകയാണ്. ഒരു വാക്ക് നിങ്ങൾ പറയുമോ? കർത്താവേ, എന്നോട് ഇങ്ങനെ കൃപ തന്നാൻ ഞാൻ ആര്? എൻ്റെ കർത്താവേ, എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ ഞാൻ ആര്? ഇസ്രായേൽ പദ്ധതിയോട് ബന്ധമില്ലാത്ത എന്നെ നീ ചേർത്തണയ്ക്കാൻ ഞാൻ ആര്? വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യനായിരുന്ന എന്നെ നിൻ്റെ സ്വർഗീയ വാഗ്ദത്തങ്ങൾക്ക് അർഹനാക്കി തീർക്കുവാൻ ഞാൻ ആര്? ഞാൻ എന്തുള്ളൂ? ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിനക്ക് എന്നോട് ദയ തോന്നിയല്ലോ. ആത്മാവിൽ മരിച്ചു കിടന്ന എനിക്ക് ജീവൻ തരാൻ നിനക്ക് തിരുമനസ്സായല്ലോ. നിൻ്റെ തിരക്തത്താൽ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ മരണം മാറ്റി എനിക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ നിനക്ക് തോന്നിയല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. ദൈവത്തോട് നന്ദിയുള്ളവരാകുവീൻ. ദൈവത്തെ സ്തുതിപ്പീൻ. സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയറ്റുവാൻ യോഗ്യരായി തീരേണ്ടതിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. ഹൃദയം തുറക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. കർത്താവേ, ഇന്ന് വരെ ഞാൻ പാപത്തിന് അടിമയായി ജീവിച്ചു. ഇന്ന് വരെ ഞാൻ അന്യദേശത്തെന്ന പോലെ ജീവിച്ചു. ഇന്ന് വരെ അന്യജാതിക്കാരത്തിയെ പോലെ ജീവിച്ചു. നാഥാ, ഇന്നു മുതൽ യേശുവേ, നിൻ്റെ സ്വന്തം ഭവനക്കാരനായി സ്വന്തം ഭവനക്കാരിയായി ജീവിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. വന്നുപോയ പാവങ്ങൾ ക്ഷമിച്ചു തരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ അരുളപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കുടുംബ സമാധാനം നൽകണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. വിശുദ്ധന്മാരുടെ നിരയിലേക്ക് എല്ലാവരെയും ചേർത്തണയ്ക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. കൃപയിൽ പൊതിയണമേ. തിരക്തത്താൽ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.